തട്ടുകടയിലൊക്കെ കിട്ടുന്ന ആ വിഭവം ഞാൻ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. 2 കോഴിമുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് അതൊന്ന് വഴന്ന് വരുമ്പോൾ വലിയൊരു സവാളയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നല്ല പോലെ ഇതുപോലെ വഴറ്റി കൊടുക്കാം. നന്നായി വഴന്ന് കഴിഞ്ഞാൽ ആ ഉള്ളിയെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് കൊടുത്ത് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ കോഴിമുട്ട ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്യാം. ഇനി എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി പൊടിയായിട്ട് ഇതുപോലെ അങ്ങ് ചിക്കി ചിക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച് ഊറ്റിയെടുത്ത കപ്പയാണ്. ആ കപ്പ നന്നായിട്ട് ഉടച്ചിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി അതിൻ്റെ കൂടെ കുറച്ച് മല്ലിപ്പൊടിയും ഗരം മസാല പൗഡറും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ വളരെ രുചികരമായിട്ടുള്ള തട്ടുകടയിൽ കിട്ടുന്ന കപ്പ മുട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്.